ദൈവകൃപയുടെ 365 ദിവസങ്ങളെന്ന സമ്പൂർണ്ണ പരിശുദ്ധ ബൈബിൾ വായനാ ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 92-ാം ദിവസം. 2 രാജാക്കന്മാർ 17 മുതൽ 20 വരെയുള്ള അധ്യായങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഹോസിയായെ ഇസ്രായേൽ രാജാവായും എസെക്കിയായെ യൂദാ രാജാവായും അഭിഷേകം ചെയ്യുന്നതും എസെക്കിയയുടെ രോഗശാന്തിയുമെല്ലാം ഈ പരിശുദ്ധ വചനഭാഗത്ത് നമ്മൾ ധ്യാനിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ വചനം വായിച്ച് ധ്യാനിക്കാനും ആത്മാവിൽ നിറയാനും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം. ഹോസിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ ആഹാസിന്റെ 12-ാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ സമരിയായിൽ ഇസ്രായേലിന്റെ രാജാവായി. അവൻ 9 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും തന്റെ മുൻഗാമികളായ ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ആയിരുന്നില്ല. അസിറിയ രാജാവായ ശൽമനേസർ അവനെതിരെ വന്നു. ഹോസിയ അവന്റെ സാമന്തനായി കപ്പം കൊടുത്തു. പിന്നീട് അവൻ ഈജിപ്ത് രാജാവായ സോയുടെ അടുക്കൽ ദൂതന്മാരെ അയക്കുകയും അസീറിയ രാജാവിന് പ്രതിവർഷം കൊടുത്തുവന്ന കപ്പം നിർത്തലാക്കുകയും ചെയ്തു. അവന്റെ കുടിലത മനസ്സിലാക്കിയ അസീറിയ രാജാവ് അവനെ ബന്ധിച്ച് കാരാഗ്രഹത്തിലടച്ചു. സമരിയായുടെ പതനം. അസീറിയ രാജാവ് രാജ്യം ആക്രമിക്കുകയും സമരിയായിൽ വന്ന് 3 കൊല്ലത്തേക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു. ഹോസിയായുടെ 9-ാം ഭരണവർഷം അസീറിയ രാജാവ് സമരിയ അധീനമാക്കി. ഇസ്രായേലിയരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ഹാലായിലും ഗോസാനിലെ ഹാബോർ നദീതീരത്തും മെദിയ നഗരങ്ങളിലും പാർപ്പിച്ചു. ഇങ്ങനെ സംഭവിച്ചതിന് കാരണമിതാണ്: തങ്ങളെ ഈജിപ്തിൽ നിന്ന് ഫറവോ രാജാവിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ ഇസ്രായേൽ ജനം പാപം ചെയ്തു. അവർ അന്യദേവന്മാരോട് ഭക്ത്യാദരങ്ങൾ കാണിക്കുകയും കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ ആചാരങ്ങളിലും ഇസ്രായേൽ രാജാക്കന്മാർ ആവിഷ്കരിച്ച അനുഷ്ഠാനങ്ങളിലും വ്യാപരിക്കുകയും ചെയ്തു. ദൈവമായ കർത്താവിന് അഹിതമായ കാര്യങ്ങൾ ഇസ്രായേൽ ജനം രഹസ്യമായി ചെയ്തു. കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെ എല്ലായിടത്തും അവർ പൂജാഗിരികൾ നിർമ്മിച്ചു. അവർ എല്ലാ കുന്നുകളിലും വൃക്ഷച്ചുവട്ടിലും സ്തംഭങ്ങളും അക്ഷേര പ്രതിഷ്ഠകളും സ്ഥാപിച്ചു. കർത്താവ് അവരുടെ മുൻപിൽ നിന്ന് ഓടിച്ചു കളഞ്ഞ ജനതകൾ ചെയ്തതുപോലെ അവർ പൂജാഗിരികളിൽ ധൂപാർച്ചന നടത്തി. അവർ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് കർത്താവിനെ പ്രകോപിപ്പിച്ചു. കർത്താവ് വിലക്കിയിരുന്ന വിഗ്രഹാരാധന അവർ അനുഷ്ഠിച്ചു. കർത്താവ് പ്രവാചകന്മാരെയും ദീർഘദർശികളെയും അയച്ച് ഇസ്രായേലിനും യൂദായ്ക്കും ഇപ്രകാരം മുന്നറിയിപ്പ് നൽകിയിരുന്നു: നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിക്കുകയും എന്റെ ദാസന്മാരായ പ്രവാചകരിലൂടെ അറിയിക്കുകയും ചെയ്ത നിയമങ്ങൾ അനുസരിച്ച് ദുർമാർഗങ്ങളിൽ നിന്ന് പിന്മാറുകയും എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുവിൻ. അവർ അത് വകവച്ചില്ല. ദൈവമായ കർത്താവിൽ വിശ്വസിക്കാതിരുന്ന തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദുശ്ശാഠ്യക്കാരായിരുന്നു. തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജ വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാവുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. ഈ ജനതകളെപ്പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. അവർ ദൈവമായ കർത്താവിന്റെ എല്ലാ കൽപ്പനകളും പരിത്യജിച്ച് തങ്ങൾക്കായി കാളക്കുട്ടികളുടെ 2 വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി. അക്ഷേര പ്രതിഷ്ഠ സ്ഥാപിക്കുകയും ആകാശഗോളങ്ങളെ ആരാധിക്കുകയും ബാൽ ദേവനെ സേവിക്കുകയും ചെയ്തു. അവർ പുത്രീപുത്രന്മാരെ ദഹനബലിയായി അർപ്പിക്കുകയും ശകുനം നോക്കുകയും മന്ത്രവാദം നടത്തുകയും കർത്താവ് കാണുകെ തിന്മയ്ക്ക് തങ്ങളെ തന്നെ വിൽക്കുകയും ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിച്ചു. അതിനാൽ കർത്താവ് ഇസ്രായേലിന്റെ നേരെ ക്രുദ്ധനായി അവരെ തന്റെ കൺമുൻപിൽ നിന്ന് നീക്കിക്കളഞ്ഞു. യൂദാ ഗോത്രമല്ലാതെ ഒന്നും അവശേഷിച്ചില്ല. യൂദായും ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇസ്രായേലിന്റെ ആചാരങ്ങളിൽ മുഴുകി. കർത്താവ് ഇസ്രായേലിന്റെ സന്തതികളെ ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും കൊള്ളക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കുകയും തന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കർത്താവ് ഇസ്രായേലിനെ ദാവീദിന്റെ ഭവനത്തിൽ നിന്ന്
വിച്ഛേദിച്ചപ്പോൾ അവർ നെബാത്തിന്റെ പുത്രനായ ജെറോബോവാമിനെ രാജാവാക്കി. അവൻ ഇസ്രായേലിനെ കർത്താവിന്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് വലിയ പാപങ്ങളിലേക്ക് നയിച്ചു. ജെറോബോവാം ചെയ്ത എല്ലാ പാപങ്ങളും ഇസ്രായേൽ ജനം ചെയ്തു. കർത്താവ് തന്റെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ തന്റെ മുൻപിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതുവരെ അവർ അവയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ ഇന്നും അസീറിയയിൽ പ്രവാസികളായി കഴിയുന്നു. സമരിയക്കാരുടെ ഉത്ഭവം. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ സമരിയ സ്വന്തമാക്കി അതിന്റെ നഗരങ്ങളിൽ വസിച്ചു. അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്ത്യാദരങ്ങൾ കാണിച്ചില്ല. അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ കുറെ പേരെ കൊന്നു. സമരിയ നഗരങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിന്റെ നിയമം അറിവില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയക്കുകയും അവ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസിറിയ രാജാവ് അറിഞ്ഞു. അവൻ കൽപ്പിച്ചു, അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ടേക്ക് അയക്കുക. അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിന്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ. സമരിയായിൽ നിന്ന് കൊണ്ടുവന്ന പുരോഹിതന്മാരിൽ ഒരുവൻ ബethേലിൽ ചെന്ന് താമസിച്ച് കർത്താവിനോട് ഭക്ത്യാദരങ്ങൾ കാണിക്കേണ്ടതെങ്ങനെയെന്ന് അവരെ പഠിപ്പിച്ചു. ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമരിയക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു. ബാബിലോൺകാർ സുക്കോത്ത് ബെനോത്തിനെയും, ഖുദ് ദേശക്കാർ നെർഗാലിനെയും, ഹമാത്യർ അഷിമയെയും, ഔവാക്കാർ നിബ്ബാസ്, താർത്താക്ക് എന്നിവയെയും ഉണ്ടാക്കി. സെഫാർവയീംകാർ തങ്ങളുടെ ദേവന്മാരായ അദ്രാമിലേക്കിനും അനാമിലേക്കിനും സ്വന്തം മക്കളെ ആഹൂതി ചെയ്തു. അവർ കർത്താവിനോടും ഭക്തി കാണിച്ചു. തങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലും പെട്ടവരെ പൂജാഗിരികളിൽ പുരോഹിതന്മാരായി നിയമിച്ചു. ഇവർ പൂജാഗിരികളിൽ ബലിയർപ്പിച്ചു. അങ്ങനെ അവർ കർത്താവിനെ ആദരിച്ചു. എങ്കിലും തങ്ങൾ വിട്ടുപോകുന്ന ദേശങ്ങളിലെ ജനതകളുടെ ആചാരമനുസരിച്ച് സ്വന്തം ദേവന്മാരെയും സേവിച്ചു. ഇന്നും അവർ അങ്ങനെ തുടരുന്നു. അവർ കർത്താവിനെ ഭയപ്പെടുന്നില്ല. ഇസ്രായേൽ എന്ന് അവിടുന്ന് വിളിച്ച യാക്കോബിന്റെ സന്തതികൾക്ക് അവിടുന്ന് നൽകിയ കൽപ്പനയോ നിയമമോ പ്രമാണങ്ങളോ ചട്ടങ്ങളോ അനുസരിക്കുന്നുമില്ല. കർത്താവ് അവരുമായി ഉടമ്പടിയുണ്ടാക്കി ഇപ്രകാരം കൽപ്പിച്ചു: നിങ്ങൾ അന്യദേവന്മാരെ ആദരിക്കുകയോ അവരെ നമിക്കുകയോ സേവിക്കുകയോ അവയ്ക്ക് ബലിയർപ്പിക്കുകയോ ചെയ്യരുത്. ഈജിപ്തിൽ നിന്ന് തന്റെ കരുത്തുറ്റ കരം നീട്ടി നിങ്ങളെ മോചിപ്പിച്ച കർത്താവിനെ നിങ്ങൾ ആദരിക്കണം. അവിടുത്തെ നമിക്കുകയും അവിടുത്തേക്ക് ബലിയർപ്പിക്കുകയും വേണം. അവിടുന്ന് എഴുതിത്തന്ന കൽപ്പനകളും നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നിങ്ങൾ ജാഗരൂകതയോടെ പാലിക്കണം. അന്യദേവന്മാരെ ആദരിക്കരുത്. ഞാൻ നിങ്ങളുമായി ചെയ്ത ഉടമ്പടി വിസ്മരിക്കരുത്. അന്യദേവന്മാരെ ആദരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആദരിക്കണം. അവിടുന്ന് നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും. അവർ വകവച്ചില്ല. അവർ പഴയപടി ജീവിച്ചു. അങ്ങനെ ഈ ജനതകൾ കർത്താവിനെ ആദരിക്കുകയും തങ്ങളുടെ കൊത്തുവിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്തു. അവരുടെ മക്കളും മക്കളുടെ മക്കളും തങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ ഇന്നും ചെയ്തു വരുന്നു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായം. ഹെസക്കിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ 3-ാം ഭരണവർഷം യൂദാ രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. സക്കറിയായുടെ മകൾ അബി ആയിരുന്നു അവന്റെ മാതാവ്. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷേര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നെഹ്ഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടുസർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവനത് തകർത്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു.
മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദാ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവന്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസിറിയ രാജാവിനെ എതിർത്തു, അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്ത്യരെ ഗാസായുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. ഹെസക്കിയ രാജാവിന്റെ 4-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ 7-ാം ഭരണവർഷം, അസിറിയ രാജാവായ ഷൽമനേസർ സമരിയായ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. 3 കൊല്ലത്തിന് ശേഷം അവനത് പിടിച്ചടക്കി. ഹെസക്കിയായുടെ 6-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ 9-ാം ഭരണവർഷം, സമരിയ അവന്റെ അധീനതയിലായി. അസിറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാല, ഹോസാനിലെ ഹാബോർ നദീതീരം, മിദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. കാരണം അവർ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിന്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. സെന്നാകരീബ് യൂദ ആക്രമിക്കുന്നു. ഹെസക്കിയ രാജാവിന്റെ 14-ാം ഭരണവർഷം, അസിറിയ രാജാവായ സെന്നാകരീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ച് കീഴടക്കി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസിറിയ രാജാവിന് ലാക്കീഷിലേക്ക് ഈ സന്ദേശമയച്ചു: എനിക്ക് തെറ്റുപറ്റി, അങ്ങ് പിന്മാറുക, അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം. അസിറിയ രാജാവ് യൂദാ രാജാവിൽ നിന്ന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു. ദേവാലയത്തിലും രാജഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി. യൂദാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിന്റെ കതകുകളും കട്ടിളക്കാലുകളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് ലാക്കീഷിൽ നിന്ന് താർത്താൻ, റബ്സാരിസ്, റബ്ഷക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയയ്ക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു. അവർ ജെറുസലേമിൽ അലക്കുകാരന്റെ വഴിയിലേക്കുള്ള പെരുവഴിയിലൂടെ മുകൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു. അവർ രാജാവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിന്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയായുടെ പുത്രനുമായ ഇലിയാക്കീമും കാര്യസ്ഥനായ ഷെബ്നായും ആസാഫിന്റെ മകനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു. റബ്ഷക്കെ അവരോട് പറഞ്ഞു: ഹെസക്കിയായോട് പറയുക, അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു, നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന്? പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം? എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ? ചാരുന്നവന്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങണ ആണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത്. ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്? വരുവിൻ, എന്റെ യജമാനായ അസിറിയ രാജാവുമായ ഒരു പന്തയം വയ്ക്കുവിൻ. ഞാൻ 2000 കുതിരകളെ തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ? തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എന്റെ യജമാനന്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്? ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു. ഹിൽക്കിയായുടെ മകൻ ഇലിയാക്കീമും ഷെബ്നായും യോവാഹും റബ്ഷക്കിയോട് പറഞ്ഞു: ദയവായി അരമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്കത് മനസ്സിലാകും. കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു: കോട്ടമേലിരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരുമായ ഇവരോടല്ലാതെ നിങ്ങളോടും
നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കാനാണോ എന്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? റബ്ശക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അസ്സിറിയ മഹാരാജാവിന്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും. അസ്സിറിയ രാജാവിന്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. അവനെ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അസ്സിറിയ രാജാവ് പറയുന്നു, നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശ്യമായ ഒരു നാട്ടിലേക്ക്, ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയായെ ശ്രദ്ധിക്കരുത്. അസിറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിന്റെയും അർപ്പാദിന്റെയും ദേവന്മാർ എവിടെ? സെഫാർവയും ഹേന, ഇവ എന്നിവയുടെ ദേവന്മാർ എവിടെ? അവർ സമരിയായി എന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചോ? ഒരു ദേവനും തന്റെ രാജ്യത്തെ എന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ? അവനോട് മറുപടി പറയരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു. അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽക്കിയായുടെ മകനുമായ എലിയാക്കീമും കാര്യസ്ഥൻ ഷെബ്നായും ആസാഫിന്റെ പുത്രനും രേഖ സൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയായുടെ അടുത്തുവന്ന് റബ്ശക്കെ പറഞ്ഞത് അറിയിച്ചു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 19-ാം അധ്യായം. വിവരമറിഞ്ഞ് ഹെസക്കിയ രാജാവ് വസ്ത്രം കീറി ചാക്കൊടുത്ത് കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. അവൻ കൊട്ടാര വിചാരിപ്പുകാരൻ എലിയാക്കീമിനെയും കാര്യസ്ഥൻ ഷെബ്നയെയും പുരോഹിത ശ്രേഷ്ഠന്മാരെയും ചാക്കുടിപ്പിച്ച് ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകന്റെ അടുത്തേക്ക് അയച്ചു. അവർ അവനെ അറിയിച്ചു, ഹെസക്കിയ പറയുന്നു, ഇന്ന് ദുരിതത്തിന്റെയും അധിക്ഷേപത്തിന്റെയും നിന്ദയുടെയും ദിവസമാണ്. പിറക്കാറായ കുഞ്ഞിനെ പ്രസവിക്കാൻ ശക്തിയില്ലാത്ത സ്ത്രീയെപ്പോലെയാണ് ഞങ്ങൾ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കുന്നതിന് റബ്ശക്കെ വഴി അവന്റെ യജമാനനായ അസീറിയ രാജാവ് പറഞ്ഞയച്ച വാക്കുകൾ നിന്റെ ദൈവമായ കർത്താവ് കേട്ടിരിക്കാം. അവിടുന്ന് കേട്ട ആ വാക്കുകൾ നിമിത്തം അവിടുന്ന് അവനെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് അവശേഷിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കുക. ഹെസക്കിയ രാജാവിന്റെ സേവകന്മാർ ഏശയ്യായുടെ അടുത്തു വന്നു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ യജമാനോട് പറയുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവിന്റെ സേവകന്മാർ എന്നെ അധിക്ഷേപിച്ച വാക്കുകൾ കേട്ട് നീ ഭയപ്പെടേണ്ട. ഞാൻ അവനിൽ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കും. കിംവദന്തികൾ കേട്ടവൻ സ്വദേശത്തേക്ക് മടങ്ങും. അവിടെ വെച്ച് വാൾ നിരയാകാൻ ഞാൻ അവന് ഇടവരുത്തും. അസിറിയ രാജാവ് ലാക്കീഷ് വിട്ടു എന്ന് റബ്ശക്കെ കേട്ടു. അവൻ മടങ്ങിച്ചെന്നപ്പോൾ രാജാവ് ലിബ്നായോട് യുദ്ധം ചെയ്യുകയായിരുന്നു. എത്യോപ്യ രാജാവായ തിർഹാക്ക തനിക്കെതിരെ വരുന്നു എന്ന് കേട്ടപ്പോൾ രാജാവ് ദൂതന്മാരെ അയച്ച് യൂദാ രാജാവായ ഹെസക്കിയോയോട് ഇങ്ങനെ പറയണമെന്ന് കൽപ്പിച്ചു, ജെറുസലേം അസിറിയ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയില്ലെന്ന് വാഗ്ദാനം ചെയ്ത് നീ ആശ്രയിക്കുന്ന ദൈവം നിന്നെ വഞ്ചിക്കാൻ അനുവദിക്കരുത്. എല്ലാ രാജ്യങ്ങളെയും തീർത്തും നശിപ്പിക്കുന്ന അസിറിയ രാജാക്കന്മാരുടെ പ്രവർത്തികൾ നീ കേട്ടിട്ടില്ലേ? പിന്നെ നീ ഒഴിവാക്കപ്പെടുമോ? ഗോസാൻ, ഹാരാൻ, റേസഫ് എന്നീ പ്രദേശങ്ങളെയും തെലാസറിലെ ഏദൻകാരെയും എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചപ്പോൾ അവരുടെ ദേവന്മാർ അവരെ രക്ഷിച്ചോ? ഹമാത്ത്, അർപ്പാദ്, സെഫാർവയും, ഹേന, ഇവ എന്നിവയുടെ രാജാക്കന്മാരെവിടെ? ഹെസക്കിയ ദൂതന്മാരുടെ കയ്യിൽ നിന്ന് കത്തുവാങ്ങി വായിച്ചു. അവൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ച് അത് അവിടുത്തെ മുൻപിൽ വെച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ,
കെരൂബുകളുടെ മുകളിൽ സിംഹാസനത്തിനായിരിക്കുന്ന അവിടുന്നാണ് ദൈവം. അവിടുന്ന് മാത്രമാണ് ഭൂമിയിലെ രാജ്യങ്ങൾക്കെല്ലാം ദൈവം. അങ്ങ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. കർത്താവെ, ചെവിക്കൊള്ളണമേ. കർത്താവെ, കടാക്ഷിക്കണമേ. ജീവിക്കുന്ന ദൈവത്തെ അധിക്ഷേപിക്കാൻ സെന്നാകെരീബ് പറഞ്ഞയച്ച വാക്ക് കേട്ടാലും. കർത്താവെ, അസിറിയ രാജാക്കൾ ജനതകളെയും അവരുടെ ദേശങ്ങളെയും സത്യമായും ശൂന്യമാക്കിയിരിക്കുന്നു. അവരുടെ ദേവന്മാരെ അഗ്നിയിൽ എറിഞ്ഞിരിക്കുന്നു. അവ ദൈവമായിരുന്നില്ല, മരത്തിലും കല്ലിലും മനുഷ്യർ പണിതുണ്ടാക്കിയവയായിരുന്നു. അതിനാൽ അവ നശിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അവന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, അങ്ങ് മാത്രമാണ് ദൈവമെന്ന് ഭൂമിയിലെ ജനതകൾ അറിയട്ടെ. ആമോസിന്റെ പുത്രനായ യേശയ്യ ഹെസക്കിയായ്ക്ക് ഈ സന്ദേശം അയച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അസീറിയ രാജാവായ സെന്നാകെരീബിനെക്കുറിച്ച് നീ ചെയ്ത പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു. അവനെക്കുറിച്ച് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു, കന്യകയായ സിയോൻ പുത്രി നിന്നെ നിന്ദിക്കുന്നു, അവൾ നിന്നെ പുച്ഛിക്കുന്നു. ജെറുസലേം പുത്രി നിന്റെ പിന്നിൽ തലയാട്ടുന്നു. നീ ആരെയാണ് പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്തത്? ആർക്കെതിരെയാണ് ശബ്ദമുയർത്തുകയും ധിക്കാരപൂർവം ദൃഷ്ടികൾ ഉയർത്തുകയും ചെയ്തത്? ഇസ്രായേലിന്റെ പരിശുദ്ധനെതിരെ. നിന്റെ ദൂതന്മാർ വഴി നീ കർത്താവിനെ പരിഹസിച്ചു. എന്റെ അസംഖ്യം രഥങ്ങൾ കൊണ്ട് ഞാൻ പർവ്വത ശൃംഗങ്ങളിലും ലെബനോന്റെ ഉൾപ്രദേശങ്ങളിലും എത്തിയെന്നും ഉയർന്ന ദേവദാരുക്കളും ശ്രേഷ്ഠമായ സരളമരങ്ങളും വീഴ്ത്തിയെന്നും അതിന്റെ വിദൂരസ്ഥമായ കോണുകളിലും നിബിഡമായ വനാന്തരങ്ങളിലും പ്രവേശിച്ചു എന്നും നീ പറഞ്ഞു. ഞാൻ കിണറുകൾ കുഴിച്ചു, വിദേശജലം പാനം ചെയ്തു. ഈജിപ്തിലെ അരുവികളെയെല്ലാം ഉള്ളം കാലുകൊണ്ട് ഞാൻ ഉണക്കിക്കളഞ്ഞു എന്നും നീ പറഞ്ഞു. ഞാനിത് പണ്ടേ നിശ്ചയിച്ചതാണ്, നീ അത് കേട്ടിട്ടില്ലേ? പണ്ട് നിശ്ചയിച്ചവ ഇന്ന് ഞാൻ പ്രാവർത്തികമാക്കുന്നു. സുരക്ഷിത നഗരങ്ങളെ നീ നാശകൂമ്പാരമാക്കുമെന്നും അവയിലെ നിവാസികളുടെ ശക്തി അറ്റുപോകുകയും അവർ പരിഭ്രാന്തരായി വയലിലെ ചെടികൾക്കും ഇളം പുല്ലുകൾക്കും വളരുന്നതിനു മുമ്പേ കരിഞ്ഞു പോകുന്ന പുരപ്പുറത്തെ തൃണങ്ങൾക്ക് തുല്യരാകുമെന്നും ഞാൻ പണ്ടേ നിശ്ചയിച്ചത് ഇന്ന് പ്രാവർത്തികമാക്കുന്നു. നിന്റെ ഇരിപ്പും നടപ്പും എന്റെ നേർക്കുള്ള നിന്റെ കോപാവേശവും ഞാൻ അറിയുന്നു. നീ എന്റെ നേരെ ക്രുദ്ധനായി. നിന്റെ ധിക്കാരം എന്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. അതിനാൽ നിന്റെ മൂക്കിൽ കൊളുത്തും നിന്റെ വായിൽ കടിഞ്ഞാണുമിട്ട് വന്ന വഴിയെ നിന്നെ ഞാൻ തിരിച്ചയക്കും. ഇതാണ് നിനക്കുള്ള അടയാളം. താനെ മുളയ്ക്കുന്നവയിൽ നിന്ന് ഈ വർഷം നീ ഭക്ഷിക്കും. 2-ാം വർഷവും അങ്ങനെ തന്നെ. 3-ാം വർഷം നീ വിതയ്ക്കുകയും കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അവയുടെ ഫലം ഭക്ഷിക്കുകയും ചെയ്യും. യൂദാഭവനത്തിൽ അവശേഷിക്കുന്നവർ ആഴത്തിൽ വേരോടിക്കുകയും ഫലം കായ്ക്കുകയും ചെയ്യുന്ന വൃക്ഷം പോലെ വളരും. എന്തെന്നാൽ ജെറുസലേമിൽ നിന്ന് ഒരു അവശിഷ്ട ഭാഗവും സിയോൻ മലയിൽ നിന്ന് അതിജീവിക്കുന്നവരുടെ ഒരു ഗണവും പുറപ്പെടും. കർത്താവിന്റെ തീഷ്ണത ഇത് നിർവഹിക്കും. അസീറിയ രാജാവിനെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു, അവൻ ഈ നഗരത്തിൽ പ്രവേശിക്കുകയോ ഇവിടെ അസ്ത്രം എയ്യുകയോ പരിച ധരിച്ച് ഇവിടെ വരികയോ നഗരത്തിനെതിരെ ഉപരോധം നിർമ്മിക്കുകയോ ചെയ്യുകയില്ല. അവൻ നഗരത്തിൽ പ്രവേശിക്കാതെ വന്ന വഴിയെ മടങ്ങുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എനിക്കും എന്റെ ദാസനായ ദാവീദിനും വേണ്ടി ഞാൻ ഈ നഗരത്തെ പ്രതിരോധിച്ച് രക്ഷിക്കും. അന്ന് രാത്രി കർത്താവിന്റെ ദൂതൻ അസിറിയ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വധിച്ചു. പ്രഭാതത്തിൽ ആളുകൾ ഉണർന്നപ്പോൾ ഇവർ ജഡമായി മാറിയിരിക്കുന്നത് കണ്ടു. പിന്നെ അസീറിയ രാജാവായ സെന്നാകെരീബ് അവിടെ നിന്ന് നിനിവയിലേക്ക് പോയി അവിടെ താമസിച്ചു. അവൻ തന്റെ ദേവനായ നിസ്കോറിന്റെ ആലയത്തിൽ ആരാധന നടത്തുമ്പോൾ പുത്രന്മാരായ അദ്രാമിലേക്കും ശരേസറും കൂടി അവനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നതിന് ശേഷം അറാറത്ത് ദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പകരം പുത്രൻ എസ്സാർഹദോൻ ഭരണമേറ്റു. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 20-ാം അധ്യായം. ഹെസക്കിയ രോഗബാധിതനായി മരണത്തോടടുത്തു. ആമോസിന്റെ പുത്രൻ ഏശയ്യാ പ്രവാചകൻ അടുത്തു ചെന്നു പറഞ്ഞു,
കർത്താവ് അരുളി ചെയ്യുന്നു, നീ വീട്ടുകാര്യങ്ങൾ ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. ഹെസക്കിയ ചുവരിലേക്ക് മുഖം തിരിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എത്ര വിശ്വസ്തമായും ആത്മാർത്ഥമായുമാണ് അങ്ങയുടെ മുൻപിൽ നന്മ പ്രവർത്തിച്ചത് എന്ന് ഓർക്കണമേ. പിന്നെ അവൻ ദുഃഖത്തോടെ കരഞ്ഞു. കൊട്ടാരത്തിന്റെ അങ്കണം വിടുന്നതിന് മുമ്പ് തന്നെ യേശയ്യായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ രാജാവായ ഹെസക്കിയായോട് അവന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അറിയിക്കുന്നു എന്ന് പറയുക, ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തും. 3-ാം ദിവസം നീ കർത്താവിന്റെ ആലയത്തിലേക്ക് പോകും. ഞാൻ നിന്റെ ആയുസ് 15 വർഷം കൂടി നീട്ടും. അസിറിയ രാജാവിന്റെ കൈകളിൽ നിന്ന് നിന്നെയും ഈ നഗരത്തെയും ഞാൻ രക്ഷിക്കും. എന്നെയും എന്റെ ദാസനായ ദാവീദിനെയും പ്രതി ഈ നഗരത്തെ ഞാൻ സംരക്ഷിക്കും. യേശയ്യാ പറഞ്ഞു, അത്തിപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ ഒരട കൊണ്ടുവരിക. വ്രണം സുഖപ്പെടേണ്ടതിന് അത് വ്രണത്തിന്റെ മേൽ വച്ചുകെട്ടുക. ഹെസക്കിയ യേശയ്യായോട് ചോദിച്ചു, കർത്താവ് എന്നെ സുഖപ്പെടുത്തുകയും 3-ാം ദിവസം ഞാൻ കർത്താവിന്റെ ആലയത്തിൽ പോവുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം? യേശയ്യാ പറഞ്ഞു, കർത്താവ് വാഗ്ദാനം നിറവേറ്റുമെന്നതിന് അവിടുന്ന് നൽകുന്ന അടയാളം ഇതാണ്. നിഴൽ 10 അടി മുൻപോട്ട് പോകണമോ പിറകോട്ട് പോകണമോ? ഹെസക്കിയ പറഞ്ഞു, നിഴൽ 10 അടി മുൻപോട്ട് പോവുക എളുപ്പമാണ്, അതിനാൽ പുറകോട്ട് പോകട്ടെ. അപ്പോൾ യേശയ്യാ പ്രവാചകൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ നിഴലിനെ 10 അടി പിന്നിലേക്ക് മാറ്റി. ബാബിലോണിന്റെ ഭീഷണി. ഹെസക്കിയ രോഗബാധിതനായെന്ന് കേട്ട് ബാബിലോൺ രാജാവും ബലാദാന്റെ പുത്രനുമായ മെറോദാഖ് ബലാദാൻ കത്തുകളും സമ്മാനവുമായി ദൂതന്മാരെ അയച്ചു. ഹെസക്കിയ അവരെ സ്വാഗതം ചെയ്തു. തന്റെ ഭണ്ഡാരപ്പുരയും കലവറകളിലുണ്ടായിരുന്ന സ്വർണവും വെള്ളിയും സുഗന്ധദ്രവ്യങ്ങളും വിശിഷ്ട തൈലങ്ങളും ആയുധശേഖരവും അവരെ കാണിച്ചു. അവരെ കാണിക്കാത്തതായി തന്റെ ഭവനത്തിലോ രാജ്യത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യേശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിന്റെ അടുത്തു വന്ന് ചോദിച്ചു, ഈ ആളുകൾ എന്താണ് പറഞ്ഞത്? അവർ എവിടെ നിന്നാണ് വന്നത്? ഹെസക്കിയ പ്രതിവചിച്ചു, അവർ വിദൂരദേശമായ ബാബിലോണിൽ നിന്ന് വന്നിരിക്കുന്നു. യേശയ്യാ ചോദിച്ചു, നിന്റെ ഭവനത്തിൽ എന്തെല്ലാമാണ് അവർ കണ്ടത്? ഹെസക്കിയ മറുപടി പറഞ്ഞു, എന്റെ ഭവനത്തിലുള്ളതെല്ലാം അവർ കണ്ടു. അവരെ കാണിക്കാത്തതായി എന്റെ കലവറകളിൽ ഒന്നുമില്ല. അപ്പോൾ യേശയ്യാ ഹെസക്കിയായോട് പറഞ്ഞു, കർത്താവിന്റെ വാക്ക് കേൾക്കുക. നിന്റെ ഭവനത്തിലുള്ളതും നിന്റെ പിതാക്കന്മാർ ഇന്നോളം ശേഖരിച്ചതുമെല്ലാം ബാബിലോണിലേക്ക് കടത്തുന്ന ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു, ഒന്നും ശേഷിക്കുകയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പുത്രന്മാരിൽ ചിലരെയും കൊണ്ടുപോകും. ബാബിലോൺ രാജാവിന്റെ കൊട്ടാരത്തിൽ അവർ അന്തഃപുര സേവകന്മാരായിരിക്കും. ഹെസക്കിയ യേശയ്യായോട് പറഞ്ഞു, നീ പറഞ്ഞ കർത്താവിന്റെ വചനം നല്ലത് തന്നെ. തന്റെ ജീവിതകാലത്ത് സുരക്ഷിതത്വവും സമാധാനവും ഉണ്ടായിരിക്കുമല്ലോ എന്ന് അവൻ വിചാരിച്ചു. ഹെസക്കിയായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിപ്രാഭവവും, അവൻ എങ്ങനെയാണ് കുളവും തോടും നിർമ്മിച്ച് ജലം നഗരത്തിലേക്ക് കൊണ്ടുവന്നതെന്നും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹെസക്കിയ പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ മനാസെ ഭരണമേറ്റു.